കുട്ടിക്ക് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നിയത്. കണ്ടിടത്തോളവും അറിഞ്ഞിടത്തോളവും ഐശ്വര്യ ഒരു നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൾ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്ന നന്നാവും അല്ലേ മോളെ? ഐശ്വര്യയുടെ കാര്യത്തില് സംശയമൊന്നും വേണ്ട. നല്ല കുട്ടിയാവള്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഈശ്വരമംഗലത്തെ രണ്ടാമത്തെ മരുമകളായിട്ട് ഐശ്വര്യ തന്നെ ഇവിടെ വലതുകാല് വെച്ച് കയറും. അങ്ങനെ ഉണ്ടായ എന്റെ മനസ്സിലെ ഭാരങ്ങൾ മുഴുവൻ ഒഴിയും. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള അമ്മ ഞാനായിരിക്കും. അങ്ങനെയാണെങ്കിലേ രണ്ടാമതും അമ്മായിയമ്മ ആവാനായിട്ടേ റെഡി ആയിക്കും. ഇനി അധികം താമസം ഇല്ല അതിന്. എല്ലാത്തിനും കാരണക്കാരി നീയാ മോളെ. അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ നല്ലതുകൂടി സംഭവിച്ച അതിന്റെ കാരണക്കാരിയായി നിനക്ക് എന്ത് തന്നാലും എനിക്ക് മതിയാവുക. എന്ത് ചോദിച്ചാലും ഈ അമ്മ തരും. സത്യാണോ ഈ പറഞ്ഞത്? ആ, നീ എന്തിനാ സംശയിക്കുന്നേ? നിനക്ക് എന്താ വേണ്ടത് ചോദിക്ക്, ഞാൻ തരാം. ഉറപ്പാണോ? ഉറപ്പ്. നിർമ്മലാന്റിയുടെ വിഷയം അവതരിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. ഇപ്പൊ പറഞ്ഞാൽ അമ്മയുടെ സമ്മതം വാങ്ങിക്കാനും പറ്റും. നീ എന്തായി ആലോചിച്ച് നിൽക്കുന്നേ? അത് പിന്നെ ഞാൻ അമ്മയോടൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. മറച്ചു വെക്കാനോ? എന്താ അത് അത് നിർമ്മലാന്റിയുടെ കാര്യമാണ്. നിർമ്മലാന്റി ഈ നാട്ടിൽ തന്നെയുണ്ട്, അതെനിക്കറിയാം. എന്താ? നിർമ്മല ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നോ? നിനക്കതറിയാന്നോ? പറ, എവിടെ വെച്ചാ നീ അവളെ കണ്ടത്? അവളിപ്പോ എവിടെയുണ്ട്? നിർമ്മലാന്റി ഞാൻ കുറെ നാളും മുൻപ് കണ്ടതാ. ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്തായിരുന്നു അത്. ഒരു ഗതിയും ഇല്ലാതെ നടക്കുമായിരുന്നു. ഞാൻ ആന്റിക്ക് എന്റെ സ്കൂളിൽ ആയിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തായിരുന്നു. എന്തൊക്കെ നിധി നീ പറയുന്നേ? ഇത്രയും നാളെ എന്തുകൊണ്ടാ നീ ഇത് എന്നോട് പറയാത്തെ? മനഃപൂർവ്വം പറയാത്തതല്ല, അതിന് പറ്റിയൊരു സന്ദർഭം ഉണ്ടായില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നത് അമ്മ സമാധാനത്തോടെ കേൾക്കണം. ഇപ്പോ നിർമ്മലാന്റി ആശുപത്രിയിലാ. നിർമ്മലാന്റിക്ക് ബ്ലഡ് ക്യാൻസർ ആണമ്മ. ദൈവമേ, ബ്ലഡ് ക്യാൻസറോ? അതെ അമ്മ, ഇനി അധിക നാളും ഉണ്ടാവില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഭഗവതി, ഇതെന്തൊക്കെ കേൾക്കുന്നത്? അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. പാവം അവള് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഇന്നോളം സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ടും ദൈവം അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് കൊടുത്തല്ലോ. എന്തൊരു പരീക്ഷണോ ഇത്! അല്ല മോളെ, നിർമ്മല ഈ നാട്ടിലുണ്ടെന്ന കാര്യം നിനക്കല്ലാതെ ഗൗതമിന് അറിയോ? അറിയാം. അറിയാന്നോ? എങ്ങനെ? മനഃപൂർവ്വം അറിയിച്ചതല്ല. ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയപ്പോ ഗൗതമും കൂടെ വന്നു. ഞാൻ ഗൗതമിനെ പുറത്ത് നിർത്തിയിട്ടാ ആന്റിയെ കാണാൻ കയറിയത്. പക്ഷെ ഗൗതം പുറകെ വന്ന് നിർമ്മല ആന്റിയെ കണ്ടു. കണ്ടു പറഞ്ഞ? അപ്പോ നിർമ്മലയാണ് പെറ്റമ്മയെന്ന രഹസ്യം ഗൗതമിനെ അറിയിച്ചോ നീ? ഇല്ലമ്മേ, ഒന്നും ഗൗതം അറിഞ്ഞിട്ടില്ല. ദൈവമേ, നീ കാത്തു. ഒന്നും ഗൗതമിനെ അറിയിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. എന്നിട്ടും നീ എന്തിനാ അവനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്? ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ നിധി? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. അതൊന്നും അല്ല അമ്മ ഇപ്പൊ പ്രശ്നം. ഇനി ഞാൻ പറയുന്നത് കേട്ട് അമ്മ ദേഷ്യപ്പെടരുത്. നിർമ്മലാന്റെ ഇപ്പോ മരണക്കിടക്കയില്ല. ഏത് നിമിഷവും ആ കണ്ണുകൾ അടയും.
അവസാന ആഗ്രഹമായി നിർമ്മലാന്റെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. മരിക്കുന്നതിന് മുൻപ് നിർമ്മലാന്റിയാണ് പെറ്റമ്മ എന്നുള്ള വിവരം ഗൗതമിനെ ഒന്ന് അറിയിക്കണമെന്ന്. ഗൗതമിന്റെ നാവുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് കണ്ണടയ്ക്കണമെന്നാണ് നിർമ്മലാന്റിയുടെ ആഗ്രഹം. നടക്കില്ല. നിർമ്മല അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ നീ അവളോട് എന്തു പറഞ്ഞു? ചോദിച്ചു കേട്ടില്ലേ? നീ അവൾക്ക് എന്ത് മറുപടി കൊടുത്തുന്ന്? ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. ബോധമുണ്ടോ നിനക്ക്? വിവരമുണ്ടോ നിനക്ക്? നിനക്കെന്താ ബുദ്ധി നശിച്ചു പോയോ? നിർമ്മലയാണ് ഗൗതമിന്റെ അമ്മ എന്ന സത്യം ഒരിക്കലും അവനെ അറിയിക്കില്ലെന്ന് നീ എന്റെ തല കൈവച്ച് സത്യം ചെയ്തതാ. അത് നീ അങ്ങ് മറന്നോ? ഞാൻ അന്ന് പറഞ്ഞതൊന്നും വെറും വാക്കല്ല, അതിപ്പോഴും ആവർത്തിക്കുക ഞാൻ. നീ ആർക്ക് വേണേലും വാക്ക് കൊടുത്തോ, ശ്രമിക്കാമെന്നും പറഞ്ഞോ. പക്ഷേ ഗൗതമിന്റെ അമ്മ നിർമ്മലയാണെന്ന് അവൻ അറിഞ്ഞ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഇത് സത്യം. എന്തായാലും നിന്റെ ഫോൺ റീചാർജ് ചെയ്ത് കിട്ടിയല്ലോ. ഇനിയെങ്കിലും ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാൻ നോക്ക്. അമ്മ നോക്കിക്കോ, ഞാൻ പുതിയ ഐഡിയകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങേരിപ്പോ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. ഇതെന്താ നേരത്തെ തിരിച്ചു വന്ന്? ആർക്കറിയാം. ചന്ദ്രികേ, നിഖിലേ, നിഖിലേ, ചന്ദ്രികേ, ഇതെവിടെ പോയി? ചന്ദ്രയും നിഖിലും ഒക്കെ എവിടെ പോയിരിക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ. എനിക്കും എന്റെ മോൾക്കും കൂടുതൽ ദ്രോഹം വരുത്തി കൊടുക്കണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ രണ്ടും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. നിനക്കിതല്ലാതെ നല്ലൊന്നും പറയാൻ അറിയില്ലേ രേണുകയെ? താലി കെട്ടിയ ഭാര്യയും ജന്മം കൊടുത്ത മോളും ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ ചന്ദ്രികയെ നിഖിലെ മോനെ എന്നൊക്കെ വിളിച്ച് അലർന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ഞങ്ങളെ കണ്ടില്ലേ?